അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളാണുള്ളത്, ഗുണപാഠങ്ങളാണുള്ളത്. ചിലപ്പോൾ നമുക്ക് ചില പ്രയാസങ്ങൾ നേരിട്ടേക്കാം. അസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ വെറുക്കുന്നതിൽ നിങ്ങൾക്ക് ഖൈറുണ്ടാകും. അല്ലാഹുവാണ് അറിയുന്നവൻ, നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചൂട് വരുമ്പോൾ ഇതെന്തൊരു ചൂടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശമായ രൂപത്തിൽ ചൂടിനെ സംബന്ധിച്ച് ഒരിക്കലും നമ്മൾ പറയുവാൻ പാടില്ല. കാരണം ചിന്തിക്കുക, ധാരാളം വൃക്ഷങ്ങൾ കായ്ക്കുന്നത് ചൂടുകാലത്താണ്, ധാരാളം പഴങ്ങൾ പഴുക്കുന്നത് ചൂടുകാലത്താണ്, മഴക്കാവശ്യമായ സംവിധാനങ്ങളും പ്രതിഭാസങ്ങളും അല്ലാഹു നിശ്ചയിച്ചത് ചൂടുകാലത്താണ്, ഭൂമിയിൽ മനുഷ്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരുപാട് രോഗാണുക്കൾ നശിക്കുന്നത് ചൂടുകാലത്താണ്. അങ്ങനെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഗുണങ്ങൾ ചൂടുകാലത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ചൂടിനെയോ അല്ലെങ്കിൽ തണുപ്പിനെയോ അല്ലെങ്കിൽ മഴയെയോ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഖുദ്സിയായ ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുദീനി ഇബ്നു ആദം യസുബ്ബു ദഹർ വ അന ദഹർ ബിയദിൽ അംർ ഉഖല്ലിബു ലൈല വന്നഹാർ. ആദമിന്റെ മക്കൾ എന്നെ ഉപദ്രവിക്കുന്നു. യുദീനി ഇബ്നു ആദം, ആദമിന്റെ മക്കൾ അഥവാ മനുഷ്യർ എന്നെ ഉപദ്രവിക്കുന്നു. നമുക്ക് അല്ലാഹുവിനെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അനിഷ്ടമാണ് കാണിക്കുന്നത്. എന്താണ് കാരണം? യസുബ്ബു ദഹറ, അവർ കാലത്തെ ചീത്ത പറയുന്നു. കാലത്തെ ചീത്ത പറയുന്നു. തണുപ്പാണെങ്കിൽ തണുപ്പിനെ, ചൂടാണെങ്കിൽ ചൂടിനെ, മഴയാണെങ്കിൽ മഴയെ, മഴയില്ലെങ്കിലോ അപ്പോൾ അതിനെയും. അല്ലാഹു പറയുന്നു, ഞാനാകുന്നു കാലം. ബിയദിൽ അംർ, എല്ലാ കാര്യങ്ങളും എന്റെ കൈകളിലാണ്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാവിനെയും പകലിനെയും മാറ്റിമറിക്കുന്നത്, കാലാവസ്ഥാ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എല്ലാം എന്റെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് കാലത്തെ ചീത്ത പറഞ്ഞ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അത് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച ഇത്തരം പ്രതിഭാസങ്ങളിലെ ഖൈറുകളെ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിൽ തന്നെ ഏറ്റവും ഗൗരവമേറിയ കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഭൂമിയിലെ ചൂട് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നരകത്തിന്റെ ചൂടിനെ ഓർക്കാൻ അത് ഖൈറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു ഒരു ചൂടുകാലത്ത്. അപ്പോൾ ചില കപട വിശ്വാസികൾ പറഞ്ഞു, വഖാലു ലാ തൻഫിറു ഫിൽ ഹർ, നിങ്ങൾ ഈ ഭയങ്കരമായ ചൂടാണ്, ഈ സമയത്ത് യുദ്ധത്തിന് പോകണ്ട. ലാ തൻഫിറു ഫിൽ ഹർ, അവരോട് പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ. നരകത്തിന്റെ തീയാണ് ഏറ്റവും ശക്തമായ ചൂട്. മനുഷ്യരെ, നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? അപ്പോൾ ഭൂമിയിലെ ചൂട് നമുക്ക് ചിന്താ വിഷയമാകണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനോട് 3 തവണ അല്ലാഹുവേ നീ എനിക്ക് സ്വർഗ്ഗം നൽകണമേ, സ്വർഗ്ഗത്തിലെ തണലുകൾ നൽകണമേ, സ്വർഗ്ഗത്തിന്റെ സുഖാനുഗ്രഹങ്ങൾ നൽകണമേ എന്നിങ്ങനെ സ്വർഗ്ഗത്തിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തെ 3 തവണ ചോദിച്ചാൽ സ്വർഗ്ഗം നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ ഈ വ്യക്തിയെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന്. മനിസ്തജാറ അല്ലാഹു അനിൻ നാർ സലാസ മർറാത്തിൻ, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് 3 തവണ നരകത്തിൽ നിന്ന് അഭയം തേടിയാൽ ഖാലത്തിൻ നാർ, നരകം പറയും, അല്ലാഹുമ്മ അജ്റുഹു മിനൻ നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് ആ വ്യക്തിയെ നീ രക്ഷപ്പെടുത്തണമേ. അതുകൊണ്ട് ഈ ചൂടുകൾ അനുഭവിക്കുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അജ്റുനാ മിനൻ നാർ എന്നിങ്ങനെ നരകത്തിന്റെ തീയിൽ നിന്ന്, അതിന്റെ ചൂടിൽ നിന്ന് റഹ്മാനായ റബ്ബിനോട് നാം കാവൽ തേടുകയാണ്.